ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വളരെ നല്ല കുറച്ച് ടിപ്സുകളും അതുപോലെ നമുക്ക് ടൈം സേവിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സുകളും ഒക്കെയാണ്. നല്ല ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, മിസ് ചെയ്യാതെ എല്ലാ ടിപ്സുകളും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് പറയുന്നത് ബോയിൽ ചെയ്ത മുട്ടയൊക്കെ എങ്ങനെ നമുക്ക് അതിൻ്റെ മുട്ടയുടെ തോട് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. സാധാരണ നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ സ്ക്രാച്ചസ് ഒക്കെ വന്ന് നീറ്റല്ലാതെ കാണാനൊരു ഭംഗിയില്ലാതൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ടിപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് ഉള്ളിത്തൊണ്ട്, സവോളത്തൊണ്ടൊക്കെ. അപ്പോൾ മുട്ട ബോയിൽ ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഉള്ളിത്തൊണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പല ടിപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഉപ്പിട്ട് നോക്കും, വിനാഗിരിയൊക്കെ ഇട്ട് നോക്കും. അന്നൊക്കെ കിട്ടുന്നതിലും വളരെ ഈസി ആയിട്ട് ഏറ്റവും നീറ്റായിട്ട് മുട്ട പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമുക്ക് ഈ സവോളത്തൊണ്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് മുട്ട ബോയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ട എത്രമാത്രം നീറ്റായിട്ട് ക്ലീൻ എടുക്കാൻ പറ്റും. കണ്ടോ മുട്ട കണ്ടോ എത്ര നീറ്റാണെന്നുള്ളത്. ഇതുപോലെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഇനി ഈ മുട്ട തിളപ്പിച്ച വെള്ളം നമുക്ക് എടുത്ത് കളയേണ്ടത്. ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ ചെടികൾക്കൊക്കെ നിറയെ പൂക്കളും അതുപോലെ നല്ല ഗ്രോത്തും നല്ല ഗ്രീൻ ലീഫി ആയിട്ട് കിട്ടാനും ഒക്കെ ആയിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ക്ലീനിങ് ടിപ്പാണ്. എപ്പോഴും നമ്മുടെ പാത്രങ്ങൾ കരിഞ്ഞു പോകാറില്ലെങ്കിലും വല്ലപ്പോഴും ഒന്ന് കരിഞ്ഞു പോയാൽ നമുക്ക് ആ സാധനവും പോകും, പിന്നെ പാത്രം കഴുകിയെടുക്കുന്ന വലിയ തലവേദനയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ എൻ്റെ കുക്കറും കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ഒരു പയർ വെച്ചിട്ട് പോയപ്പം അതിൻ്റെ വെള്ളം കുറവായിരുന്നു. ഞാൻ മറന്നും പോയി അത് ഓഫ് ചെയ്യാനായിട്ട്. അങ്ങനെ കുക്കർ ഇരുന്ന് കരിഞ്ഞു പോയി. അവസാനം ഈ ഒരു കണ്ടീഷനിലായി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് പിന്നെ നമ്മൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചത്. അപ്പോൾ അതിനകത്തോട്ട് ആ കരിഞ്ഞ ഭാഗത്തോടെ ഞാൻ പകുതി കുക്കറോളം വെള്ളം ഒഴിച്ചു. പിന്നെ അതിനകത്തോട്ട് നമ്മൾ തുണി കഴുകുന്ന സോപ്പ് പൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഏത് സോപ്പ് പൊടിയിൽ ഉപയോഗിക്കാം. ഞാൻ ടൈഡാണ് ഉപയോഗിച്ചത്. സർഫ് എക്സലോ ഏരിയലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് 1 സ്പൂണോ 1 ടേബിൾ സ്പൂണോ നിങ്ങളുടെ കരിവിനനുസരിച്ചിട്ട് കൊടുക്കുക. അതൊരു 15 മിനിറ്റ് നേരം നല്ല പോലെയൊക്കെ തിളപ്പിക്കുമ്പോൾ കണ്ടോ ആ അകത്തെ ആ കറുപ്പിങ്ങനെ ഇളകി വരുന്നത്. അതിനുശേഷം ചെറിയ തീയിലും കൂടി നമ്മളൊരു 15 മിനിറ്റോടെ വെച്ചേക്കുക. അങ്ങനെ നമുക്ക് തിളപ്പിക്കാം. ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി നോക്കാം. അപ്പം ഞാനിത് ഒന്നും ചെയ്യുന്നില്ല. അതിനകത്തുനിന്നൊരു ഇതുകൊണ്ട് ഒരു ഉടൻ്റെ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണ്. കാരണം ആ ഒരു സർഫിൻ്റെ വെള്ളവും ഇതെല്ലാം കൂടി കൂടിയിട്ട് മിക്സ് വന്നിട്ട് അത് കുറച്ചും കൂടി ഇനി പൊളിഞ്ഞു പോരാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് പൊളിഞ്ഞു പോരും. അപ്പം അങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണേ ഉള്ളൂ. വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു ഹാർഡായിട്ടുള്ളൊരു ഒന്നും ചെയ്യുന്നില്ല. നമുക്കിനി ഒന്ന് ഈ വെള്ളം ഒന്ന് ഒരു ചെരുവത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് അതിൻ്റെ അകം എന്താണെന്ന് കാണണമല്ലോ. അപ്പോൾ അതേ നോക്കണേ, അകം കണ്ടോ അതിൻ്റെ മജോറിറ്റി ഇങ്ങനെ പോകുന്നു. ഞാൻ സൈഡിലൊരു കുറച്ച് കറുപ്പുണ്ട്. നമുക്ക് അതൊന്ന് ഞാൻ പിന്നെ ആ ഉടൻ സ്പൂൺ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ ഇളകി പോരുന്ന കണ്ടോ എത്ര ഈസി ആയിട്ടാണ് പോരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ടപ്പം നമുക്ക് വിഷമം തോന്നിയില്ലയോ ഇനി എങ്ങനെ ഈ കുക്കറൊന്ന് വെളുപ്പിച്ചെടുക്കുമെന്ന്. പക്ഷേ ഇപ്പം വളരെ ഈസി ആയിട്ട് അതിനകത്തുനിന്ന് ആ കറ പോന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ആ വെള്ളം ഒന്ന് അഴിച്ചൊന്ന് ചുറ്റിച്ച് ഉണക്കിപ്പോൾ ഒന്ന് നോക്കാം ഇപ്പം എന്തോരം ആയിട്ടുണ്ടെന്നുള്ളത്. കണ്ടോ ഇപ്പോൾ കണ്ടോ കുക്കറിനിപ്പോൾ ഒരു കുറച്ചുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോർമൽ സ്ക്രബർ ഉപയോഗിച്ചിട്ട്, കാരണം ഇത് ഓൾറെഡി ഇതിൻ്റെ സോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വേറെ സോപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ആ സ്ക്രബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. നമ്മൾ സാധാരണ പാത്രം ഒരു ഗ്ലാസ്സൊക്കെ കഴിയുന്ന അതേ ലാഘവത്തോടു കൂടി നമുക്കിത് കഴുകിയെടുക്കാം. തീർന്നു, ഇത്രേ ഉള്ളൂ. നമുക്ക് നല്ല ഫ്രഷ് വാട്ടറിൽ ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നോക്കിക്കേ, നമ്മുടെ പഴയ കരിഞ്ഞ കുക്കർ മാറിയിട്ട് പുത്തൻ പോലത്തെ കുക്കറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസി അല്ലേ ടിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അവസരം വരുവാണെങ്കിൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെ. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടിപ്പ് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. അത് നമ്മൾ സാധാരണ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് എടുത്തൊക്കെ വെക്കാതെയോ അല്ലെങ്കിൽ എടുത്ത് വെക്കണ സമയത്ത് നമുക്ക് ചിലപ്പോൾ തണുത്തൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ടിപ്പാണ് കേട്ടോ. അത് ഇടുന്നതിന് മുമ്പ് നമ്മൾ എടുത്ത് വെക്കണ പാത്രത്തിൽ കുറച്ച് അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈർപ്പമൊക്കെ അരിയിൽ അബ്സോർവ് ആക്കിയിട്ട് ഇതെപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതും വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ പണികളൊക്കെ തീർക്കാൻ നമുക്ക് സഹായിക്കുന്ന, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന, ക്ലീനിങ് ഒക്കെ എളുപ്പമാക്കുന്നൊരു ടിപ്പാണ്. നമ്മൾ സാധാരണ വൈപ്പർ എങ്ങനെയാണ് നമ്മുടെ ബാത്റൂമിനകത്ത് വെള്ളം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം വീണാൽ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ വൈപ്പർ ഉപയോഗിച്ച് നമുക്കൊരു
പരിപാടി ചെയ്യാം. കാരണം അതിന് വേണ്ടിയിട്ട് സോക്സും കൂടി വേണം. എന്നാൽ നമുക്ക് ഈ സോക്സിന് എങ്ങനെയാണ് വൈപ്പറിൽ ഉപയോഗിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു വൈപ്പറും സോക്സും കൂടി എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു സോക്സ് വൈപ്പറിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ആ സൈഡിൽ കൂടി ഇതുപോലെ വൈപ്പറിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കാം. ഇപ്പോൾ എൻ്റെ സോക്സ് കണ്ടോ, ഇച്ചിരി നീട്ടമുള്ള സോക്സാണ്. ഇത്ര നീട്ടം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി നീട്ടം കുറഞ്ഞ സോക്സ് ആയാലും കുഴപ്പമില്ല. ഇത് കൊച്ചിൻ്റെ സ്കൂളിലെ സോക്സ് ആയിരുന്നു. അവർക്ക് മുട്ടിൻ്റെ അവിടെ വരെ കയറ്റി ഇടണമല്ലോ, അതുകൊണ്ടാണ് ആ സോക്സ് എടുത്തത്. വേറെ സോക്സ് നമ്മുടെ ഇപ്പോഴത്തെ ഷൂവിൻ്റെ ഒക്കെ കൂടുതൽ സാധാരണ ഇടുന്ന ഷൂസാണ് ഇത്രയും സോക്സാണ് ഇത്രയും ഇറക്കം നീട്ടം ഉണ്ടാകത്തില്ല. ഇതേ 2 സോക്സും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇട്ട് കണ്ടോ ഫിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളം നിലത്ത് കിടപ്പുള്ളത് കൊണ്ട് ഞാനിപ്പോൾ സോക്സ് നനയ്ക്കുന്നില്ല. അല്ലാത്തപ്പോഴാണെങ്കിൽ നമ്മൾ സോക്സ് ഒന്ന് കുറച്ച് വെള്ളം തൊട്ട് നനച്ച് കൊടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം വൈപ്പർ കൊണ്ട് നമുക്ക് അടിച്ച് തുടയ്ക്കണം. അതേ യൂസ് പോലെ തന്നെ നമുക്ക് ആ നനഞ്ഞ വൈപ്പർ കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഒരേ സമയം അടിക്കാനും തുടയ്ക്കാനും ഉള്ള അതേ യൂസ് കിട്ടും. ഇപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ താഴോട്ട്, അതായത് നമ്മൾക്ക് തുടയ്ക്കാനൊക്കെ പാടുള്ള സ്ഥലങ്ങളിൽ പോലും, വളരെ തിന്നായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് വൈപ്പർ കൊണ്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഈസി ടിപ്പല്ലേ, എപ്പോഴും ഉപയോഗിക്കണമെന്ന് പറയുന്നില്ലെങ്കിൽ നെസസറി ടൈമിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇതേ കണ്ടോ, ഇതുപോലെ കേബിളൊക്കെ നമ്മുടെ വീട്ടിൽ പലയിടത്തും ഇങ്ങനെ ലൂസായിട്ട് ഡിസോർഡറായിട്ട് മെസ്സായിട്ട് കിടപ്പുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അടുക്കാൻ വരുമ്പോഴൊക്കെ നമുക്ക് തോന്നി ഇത് എന്താ അൺടൈഡി ആയിട്ട് കിടക്കുവാണ്, മൊത്തം കൺഫ്യൂഷൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ കണ്ടോ, നമ്മൾ ഈ കിച്ചൺ ടൗളിൻ്റെ നമുക്ക് ആ ഒരു കാർബോണിൻ്റെ റോള് മിച്ചം ഉണ്ടാവുമല്ലോ, അതുപയോഗിച്ചിട്ട് അപ്പോൾ ഞാൻ അതിന് 2ആയിട്ടൊന്ന് മുറിച്ചങ്ങ് എടുത്തതിന് ശേഷം നമുക്ക് ഓരോ വയറും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ആ റോളിന് എത്രത്തോളം നീട്ടമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മടക്കിയാൽ മതി. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ചുറ്റി മടക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. കണ്ടോ, സേഫായിട്ട് അവിടെ ഇരുന്ന് കാണാനായിട്ട് ഇപ്പോൾ എത്ര അല്ലേ, ഇങ്ങനെ കിടപ്പില്ല, മടങ്ങി കിടന്ന് കൂടി കിടപ്പുമില്ല, നീറ്റായിട്ട് അതിനകത്ത് ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ അതുപോലെ എത്രത്തോളം വയറിന് എങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ളതൊന്നും കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പല സാധനങ്ങൾ നമുക്കിതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നല്ലൊരു ഓർഗനൈസറാണ് ഇത്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലേ, ഏതൊക്കെ സാധനം നമ്മൾ എവിടെയൊക്കെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ പേരും കൂടിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീട് നല്ല നീറ്റായിട്ടിരിക്കും, സാധനങ്ങളൊക്കെ നല്ല ഓർഗനൈസ് ആയിട്ടിരിക്കും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ നമുക്ക് നല്ലപോലെ സമയം എടുത്തരിയേണ്ട സാധനങ്ങളൊക്കെയാണല്ലോ, അച്ചിങ്ങ, ബീൻസ്, വെണ്ടയ്ക്കൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചിങ്ങയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ 2 റബ്ബർ ബാൻഡ്, കാരണം നീട്ടമുള്ള അച്ചിങ്ങയാണെങ്കിൽ 2 റബ്ബർ ബാൻഡ്, കുറഞ്ഞാണെങ്കിൽ 1 ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് അരിയുവാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് പണി, നമ്മൾ അരമണിക്കൂർ കൊണ്ടൊക്കെ അരിഞ്ഞെടുക്കേണ്ട സാധനം നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അരിഞ്ഞ് പണി തീർക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ നല്ല ടൈം സേവിങ് ടിപ്പല്ലേ ഇത്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ അരിയേണ്ടി വരുമ്പോഴത്തേക്ക് ഈ രീതിയിലൊന്ന് റബ്ബർ ബാൻഡ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമുക്ക് അടുക്കളയിലെ പണിയൊക്കെ എളുപ്പമാക്കാൻ പറ്റുന്ന വേറൊരു ടിപ്പും കൂടിയാണ് കാണിക്കുന്നത്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങാക്കൊത്ത്, തേങ്ങ ചിരകിയ തേങ്ങ. അപ്പോൾ നമ്മൾ എല്ലാപ്പോഴും അന്നേരം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ഒത്തിരി ടൈം പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ളതൊക്കെ തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഫ്രീസറിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ പണി എളുപ്പമാക്കും. അതുപോലെ തന്നെ ചിരകിയ തേങ്ങയ്ക്ക് ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ വേണമെങ്കിൽ തേങ്ങ ചിരകാൻ ഇതുപോലെ കഷ്ണമാക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിരക ഉപയോഗിക്കുന്നവർ അങ്ങനെ ചെയ്യാം, ഗ്രൈൻഡർ ഉപയോഗിക്കുന്നവർ അങ്ങനെ ചെയ്യാം. പക്ഷേ എപ്പോഴും ഇതെടുത്ത് വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വലിയൊരു പാത്രത്തിലോട്ട് കുറേ തേങ്ങ എടുത്ത് ഫ്രീസറിൽ വെക്കരുത്. കാരണം അത് പിന്നെ താഴെ എടുത്ത് വെച്ചു ഡീഫ്രോസ്റ്റായി, പിന്നെ എടുത്ത് ഫ്രോസൺ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുക, തേങ്ങ ചീത്തയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും, ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് വേണം ഫ്രീസറിൽ വെക്കാനായിട്ട്. നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ള മാത്രം പുറത്തെടുത്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് മീനൊക്കെ വെട്ടുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഇങ്ങനെ ചെതുമ്പലൊക്കെ തെറിച്ച് വൃത്തികേടാക്കും, നമ്മുടെ പണിയെല്ലാം സമയമൊക്കെ കൂട്ടിയെടുക്കും. അപ്പോൾ അതിനൊരു എളുപ്പ വഴിയാണ്, മീൻ വെട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നോ മീൻ അങ്ങ് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ചെതുമ്പൽ കളഞ്ഞാൽ മതി. അപ്പോൾ ഉണ്ടല്ലോ തെറിക്കത്തില്ല, ആ പാത്രത്തിൽ തന്നെ നിൽക്കത്തുള്ളൂ, പുറത്തോട്ടൊന്നും ചാടി പോകത്തില്ല. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എളുപ്പമാക്കും. അപ്പോൾ ഇതുകൊണ്ട് ഞാനിപ്പോൾ മത്തി വെട്ടുമ്പോൾ അതങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് തന്നെ കൊടുത്തിരിക്കുവാണ്. അപ്പോൾ വെള്ളത്തിലിട്ടുകൊണ്ട് മത്തിയൊക്കെ അറിയാലോ എന്ത് ചെതുമ്പലാണ്, അപ്പോൾ അതിനകത്തോട്ട് വീഴുമ്പോൾ നമുക്ക് പിന്നെ ക്ലീനിങ് എളുപ്പമാണ്. ആ വെള്ളം ഊറ്റിക്കളയുമ്പോൾ അതിൻ്റെ ചെതുമ്പലെല്ലാം അതിനകത്തുണ്ടാകും. നമുക്കതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ നിന്നെടുത്ത് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞാൽ മതി.
അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഈ ടിപ്സുകളൊക്കെ ആണ് ഇന്നത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ടിപ്പുകൾ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.